പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായത്തിലെ 8-ാം വചനം കാണിക്കുകയാണ്. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന്. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരൂപവിക്കും എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പല പല വരങ്ങൾ ആലും നിറഞ്ഞവരാണ് ഓരോ മനുഷ്യരും. പ്രവചനവരം, പ്രബോധനവരം, ഭാഷാവരം. എന്നാൽ ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ അത് അവിശ്വാസികൾക്കുള്ളതാണ്, വിശ്വാസികൾക്കുള്ളതല്ല. 10,000 വാക്കുകൾ ഭാഷാവരത്തോടെ സംസാരിക്കുകയാണെങ്കിലും അത് നമുക്കത് വ്യാഖ്യാനിക്കാനുള്ള കഴിവില്ല എങ്കിൽ അത് വെറുതെയാണ്, വ്യർത്ഥമാണത്. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ അത് വ്യാഖ്യാനിക്കുവാനുള്ള കഴിവിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. വ്യാഖ്യാനം കിട്ടണം, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ അറിയാവുന്നവനെ കൊണ്ട് വ്യാഖ്യാനിപ്പിക്കണം. അതല്ലെങ്കിൽ ഭാഷാവരം അതൊരു അവിശ്വാസ്യത വരും. കാരണം അത് ഭാഷാവരം പല ശബ്ദങ്ങളിലൂടെ ഒരു കൂട്ടായ്മയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പല ശബ്ദങ്ങളിലൂടെ ഭാഷാവരത്തോടെ സംസാരിക്കും. അത് ഭാഷാവരത്തോടെ ദൈവത്തോടെ സംസാരിക്കുന്നു ആത്മാവ്. പക്ഷെ അത് മനുഷ്യർക്ക് അത് മനസ്സിലായില്ല. മനസ്സിലാവണ്ട. ആ മനുഷ്യർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളത് വ്യാഖ്യാനിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ അത് വ്യർത്ഥമാണ്. അതാണ് പറയുന്നത്, 10,000 വാക്കുകൾ ഭാഷാവരത്തോടെ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് 5 വാക്കുകൾ പ്രബോധനം ചെയ്യുന്നതാണ്, പഠിപ്പിക്കുന്നതാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ സ്നേഹഭാഷ, ദൈവം നിലനിൽക്കുന്ന ഭാഷ. മറ്റ് ഏത് പ്രവചനവരവും പ്രബോധനവരവും ഭാഷാവരവും എല്ലാം അതൊരു നമ്മളുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുള്ള ആ ഒരു സമയത്ത് ആത്മാവ് മാറുന്നൊരു സമയമുണ്ട്. നമ്മൾ തെറ്റൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്കിത് നഷ്ടപ്പെടും. എന്നാൽ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു ആത്മാവ് ഒരു മനുഷ്യനാണെങ്കിൽ ദൈവം എന്നും നമ്മളിലുണ്ടാകും. അതാണ് സ്നേഹത്തിൻ്റെ ഭാഷ. സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ, സ്നേഹം സർവോത്കൃഷ്ടം, സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ നമുക്ക്